വീട്, അത് നമുക്ക് വിട്ടുപോരാനാവാത്ത ഒരിടമാണല്ലേ. ഇനി കൂടായാലോ? കൂടിയിരിക്കാൻ ആഗ്രഹം തോന്നുന്ന ഇടം. ഒരു പടി കൂടി കടന്ന് കുടുംബമാകുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്ന ഇടവുമായി. ഒരു വീടിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് എന്തെന്തെല്ലാം സങ്കല്പങ്ങളാണല്ലേ. ശ്രീലകം എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ദേശത്ത് 13 സെന്റ് സ്ഥലത്ത് തീർത്ത വിജയകുമാർ ധന്യ ദമ്പതിമാരുടെ വീടെന്ന ഈ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയ ഇടം. പഴമയുടെ ഒരു പൊലിമയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയുമൊക്കെ ഒത്തിണങ്ങിയ അതിമനോഹരമായ ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക്, ശ്രീലകത്തിന്റെ അകത്തളത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വിജയകുമാർ ധന്യമാരുടെ ഭവന സങ്കല്പത്തിന് പൂർണ്ണമായിട്ടും പകർത്തിയെടുത്ത് സാക്ഷാത്കാരത്തിൽ എത്തിക്കുമ്പോൾ എഞ്ചിനീയർ രാമചന്ദ്രമേനോനും അദ്ദേഹത്തിന്റെ സാരഥ്യത്തിൽ വിടർന്ന മേനോൻ അസോസിയേറ്റ്സിനും ഈ രംഗത്ത് 2 ദശാബ്ദ കാലത്തിലേറെയുള്ള സേവന പരിചയവും ഇതിനോടകം പൂർത്തിയാക്കിയ അനേകം വീടുകളുടെ മികവും നിറവുമൊക്കെയുണ്ട്. ശ്രീലകത്തിന്റെ ഉള്ളറകളിലേക്ക് പടിവാതിൽ കടന്ന് അകത്തേക്ക് കടക്കുന്നവരെ സ്വീകരിക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അതിമനോഹരമായൊരു കൊച്ചു പൂന്തോട്ടം. അതിനെ തൊട്ട് തലോടി പൂമുഖത്തേക്ക് കടക്കുമ്പോൾ കാരേക്കുടിയിൽ നിന്നും കൊണ്ടുവന്ന പൗരാണികതയുടെ ഗാംഭീര്യം നിറഞ്ഞു തുളുമ്പുന്ന തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കാരേക്കുടി ശിലകളുടെ തൂണുകൾ കാണാം. വീടിന് കാവലാളുകളാണെന്ന് തന്നെ തോന്നും. കണ്ണൂർ വെട്ടുകല്ല് അതിൻ്റെതായ തനിമ നിലനിർത്തി കുമ്മായം കൊണ്ട് ഉറപ്പിച്ച് പരമ്പരാഗത നിർമ്മാണ മഹിമ ഒട്ടും കുറയാതെയാണ് ഇതിന്റെ ചുമരുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ആ ചുമരുകളിൽ കൂടി വിരലോടിച്ച് അങ്ങനെ നടന്നു പോകുമ്പോൾ കടന്നുപോയ ബാല്യത്തിന്റെ എന്തെന്തൊക്കെയോ ഓർമ്മകൾ ഉണരുകയായി. പൗരാണിക ശൈലിയിൽ തയ്യാറാക്കിയ ആ വീടിന്റെ പൂമുഖത്ത് ഒരു ചാരു കസേര കൂടി വന്നപ്പോൾ അമ്മ മലയാളം തന്റെ മടിയിലേക്ക് മാടി വിളിക്കും പോലെ വല്ലാത്തൊരു ഗൃഹാതുരത്വം ഉണരുകയായി. അമ്മയുടെ മടിയിലേക്കൊന്നും മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കാത്ത ആരാണല്ലേ ഉണ്ടാവുക. ശ്രീലകം അഥവാ ശ്രീകോവിലകം എന്നാൽ ഈശ്വരൻ വാഴുന്ന ഇടമെന്നാണ്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വീടിന്റെ ഹൃദയഭാഗത്തായി വാതിൽ തുറക്കുമ്പോൾ തന്നെ ഈശ്വരീയതയെ ഉണർത്തുമാറ് ഏറെ ലളിതവും മനോഹരവുമായി ഒരുക്കിയിരിക്കുന്ന പൂജാമുറി. ആഡംബരം ഒട്ടും കുറയാതെ മംഗളഫലകം കൊത്തിവെച്ചിരിക്കുന്ന വീടിന്റെ വാതിലുകൾ കടന്ന് നടന്നു ചെല്ലുന്നത് അതിന്റെ നടുമുറ്റത്തേക്കാണ്. നടുമുറ്റത്തിന് ചുറ്റിലുമുള്ള 4 കെട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന മരത്തിലും ലോഹത്തിലും തീർത്ത കരകൗശല വസ്തുക്കൾ അതിന്റെ ചാരുത വിവരണാതീതമാണ്. വീടിനകത്തേക്കുള്ള ശരിയായ വായുപ്രവാഹത്തിനെ സാധ്യമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയെ അതിന്റെ തനതായ ഭാവത്തിൽ, അത് മഞ്ഞായാലും മഴയായാലും വെയിലായാലും അതേ ഭാവത്തിൽ തന്നെ അകത്തേക്ക് ആനയിക്കുന്നത് മേൽക്കൂരയില്ലാത്ത സമ്പ്രദായത്തിലുള്ള ഈ നടുമുറ്റമാണ്. പ്രകൃതിയുടെ സാന്നിധ്യത്തിന് പൂർണ്ണത പകരാനായി നടുമുറ്റത്ത് ഒരുക്കി വച്ചിരിക്കുന്ന ചെടിക്കൂട്ടങ്ങളും നിലത്ത് വിരിച്ചിരിക്കുന്ന മണൽ ചരലുകളും കാഴ്ചയ്ക്കുള്ള മനോഹാരിതയ്ക്കപ്പുറത്തേക്ക് അതിശക്തമായ മഴയിലും 4 കെട്ടിന് ചുറ്റും വെള്ളം അകത്തേക്ക് ആവാതിരിക്കാൻ കൂടിയാണ് ഈ സജ്ജീകരണം. കരിങ്കല്ല് കൊണ്ട് വിധാനിച്ച നടുമുറ്റത്തിന്റെ അരികുകളും നടുമുറ്റത്തിന് 4 ഭാഗത്തായി നിലയുറപ്പിച്ചിട്ടുള്ള മരത്തൂണുകളും എല്ലാം കൂടെ ചേരുമ്പോൾ ആ വീടിന്റെ പ്രൗഢി ഒരു മാറ്റുകൂടി കൂടി. നടുമുറ്റത്തിന് 4 ഭാഗത്തായി സ്വീകരണമുറി, പൂജാമുറി, ഡൈനിങ് ഹാൾ, അടുക്കള എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറെ വിശേഷമായി ഈ അടുക്കളയിൽ ഒരു അടുക്കള കിണർ കൂടിയുണ്ട്. പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ സത്തയും പ്രദാനം ചെയ്യുന്ന അടുക്കളയിൽ ഏറ്റവും ശുദ്ധമായിരിക്കട്ടെ ജലപാനമെന്ന വലിയ ഉദ്ദേശമാണ് ഇതോടെ നടപ്പാകുന്നത്. ഈ വീടിന്റെ പൊലിമയ്ക്കും പ്രൗഢിക്കും പഴമയ്ക്കുമൊക്കെ ഒത്തിണങ്ങുന്ന രീതിയിൽ തന്നെയായി ഇതിന്റെ തറയിൽ വിരിച്ചിരിക്കുന്ന ആത്തൻകുടി ടൈൽസിന്റെ തിളക്കവും. ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി പുരാതന ശൈലിയിലുള്ള മച്ചിട്ട മേൽക്കൂരയാണ്. മരത്തിന്റെ തിളക്കവും ശോഭയും നഷ്ടപ്പെടാതെ വളരെ സശ്രദ്ധം വാർണിഷ് കോട്ടിങ്ങോട് കൂടിയാണ് ഇതിലേക്ക് വേണ്ട തടി ഉപയോഗിച്ചിരിക്കുന്നത്.
ഓരോ തൂണിലും തുരുമ്പിലും പഴമയുടെയും പാരമ്പര്യത്തിന്റെയും തനിമ നിലനിർത്തി തയ്യാറാക്കിയ ഈ വീടിന്റെ മുഖപ്പില് വീടിന്റെ നിർമ്മാണ തീയതി കൂടി ആലേഖനം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള നീണ്ട വരാന്ത തുടരുന്നതൊരു തുറസായ ഭാഗത്തേക്കാണ്. മുഴുവനായും മരം കൊണ്ട് ഒരുക്കിയ ഗോവണിപ്പടി കയറി വീടിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ 2 വിശാലമായ ശയനമുറികളും അതിനു മുകളിലായി ഒരു മച്ചിൻപുറവുമുണ്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു തറവാട് അതെല്ലാവരുടെയും മനസ്സിലുണ്ട്. വീടെന്ന് വിട്ടുപോരാനാവാത്ത ഒരിടം. ശ്രീലകത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട മറ്റൊരു ഇടവുമായി വീണ്ടും കാണാം. നന്ദി.